ഹലോ ഗെയ്സ്, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളതേ നല്ലൊരു ഗോതമ്പ് ഉപ്പുമാവ് കേട്ടോ. നുറുക്കോതമ്പത്തിൻ്റെ ഉപ്പുമാവാണ്. ഇതിപ്പോൾ നുറുക്കോതമ്പായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല. നമ്മൾ കടയിൽ നിന്ന് കൊടുന്ന ഗോതമ്പം മിക്സിയിലൊന്ന് നുറുക്കിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചൊന്ന് വാർത്തെടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഗോതമ്പൊക്കെ കടയിൽ നിന്ന് കൊടുന്ന ഗോതമ്പം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഷുഗറുള്ളവർക്കും അങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വൈകുന്നേരത്ത് പെട്ടെന്ന് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇതിപ്പോൾ മധുരം ഒന്നും ഇടുന്നില്ല കേട്ടോ, പാലൊഴിക്കണില്ല, ഒന്നുമില്ല. നമ്മൾ നുറുക്കുഗോതമ്പം കൊണ്ട് പലവിധം കാര്യങ്ങളും ഉണ്ടാക്കുമല്ലോ. ഞാനന്ന് അലീസ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടീനു, നുറുക്കുഗോതമ്പം വെച്ച വീഡിയോ ഇട്ടീനു. ഇതിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് വരെ ഈ നുറുക്കിയ ഗോതമ്പൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിൽ ആ ഗോതമ്പം 2 ഗ്ലാസ് ഗോതമ്പം എടുത്തിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്താട്ടോ. വല്ലാതെ പൊടിഞ്ഞു പോകാൻ പറ്റില്ല. ഇത് നന്നായി കഴുകിങ്ങാണ്ട് വെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വാർത്ത് വെച്ചാട്ടോ. അത് അങ്ങനെ ഗോതമ്പൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കി. വൈകുന്നേരത്ത് അരി ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇത് നല്ലതാട്ടോ. എന്നാൽ അതിന് നമുക്ക് ഒരു കുക്കറിൽ 2 കപ്പ് ഗോതമ്പം ഇട്ട് കൊടുക്കാം. പിന്നെ അതിക്കൊരു 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് പാകമായിരിക്കും. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. ഇങ്ങോട്ട് ഇതിൽ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു 2 വിസിൽ തന്നാൽ മതിട്ടോ. അപ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഫ്ലെയിമൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയാൽ മതിട്ടോ. വെള്ളമൊക്കെ പാകമാകാരം. കുറച്ചൊരു കുഴഞ്ഞ രൂപത്തിലാണിത്. ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കേണ്ടവർക്ക് ഇത് പഞ്ചസാര ഇട്ട് കഴിക്കട്ടോ. ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് പഞ്ചസാര ഇടാതെ കഴിച്ചാലും നല്ല ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. ഞാനിങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിക്കണം. നല്ല ചായയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്, വെറുതെ കഴിക്കാനും നല്ലതാട്ടോ. ഇത് ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഗോതമ്പം കൊണ്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് പോയാൽ ഞങ്ങൾക്ക് കിട്ടും. അലീസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗോതമ്പം വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കണം കേട്ടോ ഇട്ടിക്കണേ. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. നമുക്ക് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ കുക്കറൊന്ന് മൂടി വെച്ചങ്ങാണ്ടൊന്ന് 2 വിസിൽ വരുത്തട്ടോ. ആദ്യത്തെ വിസിലൊന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ ചെറിയൊരു ഫ്ലെയിമിലും വിസിലും വന്നാൽ മതി കേട്ടോ. നിങ്ങളുടെ അതിൻ്റെ വിസിലൊക്കെ പോയിട്ട് തുറന്ന് നോക്കണം കേട്ടോ. വിസിൽ പോയിട്ട് തുറക്കാനേ പറ്റുള്ളൂ. അപ്പോഴുള്ളൂ പാകത്തെ വേഗമായിട്ടുണ്ടാകുക. അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് വിസിലെടുത്താം. അപ്പോഴത്തിന് നമുക്ക് അതിക്കില്ല സവാളയും ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ച് പാരണേക്ക് ഒന്ന് താളിച്ച് പാരാണ്ട്. അങ്ങനെ ഇതൊക്കെ ഒന്ന് വേകുമ്പോഴത്തിന് നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. കടുക് വറുത്താണ്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചട്ടിക്ക്. അത് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം, ഒരു സവാള, ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ടേ 2 പച്ചമുളക് കൊണ്ട് കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് എരി അധികം വേണമെങ്കിൽ അധികം ഇട്ട് കൊടുത്തോളൂ. അങ്ങനെ ഈ സവാളയൊക്കെ ഒന്ന് വാട്ടി. ഇത് വല്ലാതെ ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി. 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇങ്ങോട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നിങ്ങൾ വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ലോ ഫ്ലെയിമിലാക്കിയിട്ടേ പതുക്കെ ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പോഴത്തേന് നമ്മളെ ഗോതമ്പൊന്ന് വേവും ചെയ്യുമല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഫ്രൈ എന്നില്ല ഇതിൽ ഈ കറണ്ടിൻ്റെ അടുപ്പമേണ് വെച്ചിരിക്കണത്. ഈസി കുക്കുമ്മേണ് വെക്കണത്, പാചകം ചെയ്യണത്. അപ്പോൾ അതിൽ ഫ്രൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂട്ടാനും കുറക്കണതിലൊക്കെ അപ്പോൾ ഒരു പാകത്തെ വേഗുണ്ടാവും. ഇതിലിങ്ങനെ എണ്ണയിൽ കടന്നങ്ങനെ വഴന്നോളും. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അത് ചെയ്യരുതേ. കറണ്ട് അടുപ്പമാകുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം.
അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഗോതമ്പ് ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഗേസ് നമ്മളെ ഗോതമ്പൊക്കെ നല്ലോണം നുറുക്കോതമ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതൊക്കെ വഴന്ന് വന്നിട്ടുണ്ടായി ഇട്ട് കൊടുക്കാം. ഇത്ര പണികളുണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തിയായ ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡാട്ടോ. ഇതിക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇട്ടുകാണ്ട് വേണ്ടവർക്ക് കഴിക്കാം. പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല, ഞാനിങ്ങനെ കഴിക്കണത്. ഇനി നുള്ളി നെയ്യോ ഒരു തുള്ളി നെയ്യോ പശുവിൻ്റെ നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മണമോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എനിക്കിങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് രാത്രിയോ രാവിലെയോ ഒക്കെ പ്രഭാത ഭക്ഷണമാക്കാനൊക്കെ പറ്റും കേട്ടോ. രാത്രിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അരി ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലതാട്ടോ ഗോതമ്പം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം. ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഗോതമ്പം കൊണ്ട് ഇങ്ങനെ ഗോതമ്പം കൊണ്ട് ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാട്ടോ. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കണ എല്ലാ ഉപ്മാവ് ഉണ്ടാക്കണ മാതിരി അങ്ങനെ ഉണ്ടാക്കിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്ബാക്കണേ. താങ്ക്സ് ഫോർ വാച്ച്.